Hello students, by differentiation of transforms, we have proved that L of t sin at, the first example we have done this problem, L of t sin at equal to 2as divided by s square plus a square whole square, 2as divided by s square plus a square whole square. Now we are asked to find L of t square sin at. ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കും. L of t square sin at equal to ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് L of t square f of t equal to L of f of t തന്നിരിക്കുമ്പോൾ f of tയുടെ ട്രാൻസ്ഫോം ക്യാപിറ്റൽ f of s എന്ന് വിളിക്കുന്നുവെങ്കിൽ L of t square f of t കിട്ടാൻ -1 whole square second derivative d square by ds square of f of s കിട്ടിയാണ്. L of t sin at L of t of t എന്ന് പറയുന്നത് മൈനസ് d by ds of f of s ആണ് വരും. സൈൻ നോക്കുക, tയുടെ പവറും ഡിഫറൻസിയേഷൻ്റെ ഓർഡറും സെയിം ആണ്. അപ്പോൾ ഇത് ഓടാണെങ്കിൽ നെഗറ്റീവ് മൈനസ് d by ds of f of s ആണ് ഈ കാണുന്നത്. L of t square sin at എന്ന് പറയുന്നത് d square by ds square of f of s equal to d by ds of f of s. d by ds of f of s എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവ്, ഇത് മൈനസ് എഫ് ഡാഷ് എസ് ആയിട്ടാണ്. അപ്പോൾ എഫ് ഡാഷ് എസ് എന്ന് പറയുന്നത് അകത്ത് കൊടുക്കാം ഡി വൈ ഡി എസ് ഓഫ് മൈനസ് 2as, ഈ സൈൻ ഡിഫറൻസ് അങ്ങനെ ഉണ്ടെന്നുള്ളത് ആലോചിക്കും. മൈനസ് എഫ് ഡാഷ് എസ് ആയി കിടക്കും. എഫ് ഡാഷ് എസ് മൈനസ് 2as ഡിവൈഡ് ബൈ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇവിടെ മൈനസ് 2a ഈസ് കോൺസ്റ്റൻറ്റ്, എസിനാണ് ഡിഫറൻസിയേഷൻ. അപ്പോൾ എസിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, ന്യൂമറേറ്റർ എസ്, ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ആയിട്ട് ഉപയോഗിച്ച് നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 1 മൈനസ് ന്യൂമറേറ്റർ എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പവർ റൂളാണ്. ആദ്യമേ 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 2 മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻസൈഡ് 2s divided by denominator whole square, the square plus a square whole square into square that raised to 4 എന്നാണ്. ഇനി ടേംസ് നോക്കിയാൽ ന്യൂമറേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇവിടെ ഉണ്ട്, ഇവിടെ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അതൊരെണ്ണം പോകും. നമുക്കിങ്ങനെ എഴുതാം മൈനസ് 2a ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 4 ഉണ്ട്, ഒരെണ്ണം കട്ട് ചെയ്തിട്ട് ഹോൾ ക്യൂബ് എന്ന് എഴുതും. പിന്നെ ന്യൂമറേറ്ററിലുള്ളത് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയറിൽ നിന്ന് പറഞ്ഞെടുത്തു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടുത്തെ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മാറിയാൽ ഇവിടെ മൈനസ് 4 എസ് സ്ക്വയർ മൈനസ് 4 എസ് സ്ക്വയർ അതാണ് മൈനസ് 2a ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 4 എസ് സ്ക്വയർ മൈനസ് 3 എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6a സ്ക്വയർ മൈനസ് 2a ക്യൂബ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ ക്യൂബ്. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ സൈൻ at. ലാപ്ലേസ് നമ്മൾ നേരെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 to infinity e raised to minus st തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ടി ഡി ടി ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അതിൽ എളുപ്പത്തിൽ അതിൻ്റെ ഏകദേശം ചിലപ്പം tedious ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിന് എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ എഫ് ടിയുടെ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ ടി സ്ക്വയർ ടിയുടെ പവർ ഒഴികെ മറ്റേതിൻ്റെ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ ഇങ്ങനെ ഡിഫറൻസിയേഷൻ സക്സസീവായിട്ട് ചെയ്ത് നമുക്ക് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. ഇതാണ് കൂടുതൽ എളുപ്പം. ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ഡെഫിനിഷൻ ഉപയോഗിക്കുന്നതിനേക്കാളും എളുപ്പം ഇതായിരിക്കും. അതുപോലെ എൽ ഓഫ് ടി സൈൻ എച്ച് എ ടി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ടി സൈൻ എച്ച് എ ടി അതിന് L of sin h at
അറിയാവുന്ന എളുപ്പത്തിൽ ചെയ്യാം. എൽ ഓഫ് സൈൻ എച്ച് എ ടി ഈക്വൽ ടു നമുക്കറിയാമല്ലോ എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് ഇപ്പോൾ നമുക്കുള്ളത്. എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ഇംപ്ലൈസ് എൽ ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് എഫ് ഡാഷ് എസ് എന്നാണ് നമുക്കറിയാവുന്ന റിസൾട്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ ഇവിടെ എൽ ഓഫ് ടി സൈൻ എച്ച് എ ടി ഈക്വൽ ടു മൈനസ് ഓഫ് ഡി ബൈ ഡി എസ് ഓഫ് എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇവിടെ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലമായിട്ട് സമയമാണ്. മൈനസ് എ ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2s. The answer is minus 2as divided by s square minus a square whole square. Then if you have to find L of t square e raised to 80, L of t square e raised to 80, t square കിടക്കുന്നത് വെച്ച് ആലോചിച്ചാൽ L of e raised to 80 എഴുതി നമുക്കത് പറയാം. L of e raised to 80 എന്ന് പറയുന്നത് 1 by s minus a ആണ്. അപ്പോൾ L of t e raised to 80 എന്ന് പറയുന്നത് minus t by ds of 1 by s minus a equal to minus of 1 by s minus a യുടെ ഡെറിവേറ്റീവ് വേണം. അത് minus 1 by s minus a whole square ആയിരിക്കും. That is 1 divided by s minus a whole square. L of t e raised to mod L of t square e raised to 80 വെച്ചിരുന്നു. L of t square e raised to 80 equal to t square e raised to 80 equal to minus of d square by d s square of f of s equal to dy ds of f dash s. പൊക്കത്തിൽ കിടക്കുന്നത് മൈനസ് എഫ് ഡാഷ് എസ് ആണ്. ഇത് മൈനസ് എഫ് ഡാഷ് എസ് ആണ്. നമുക്ക് എൽ ഓഫ് ടി റൈസ് ടു എൻ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി റൈസ് ടു എൻ എഫ് ഓഫ് എഫ് ടി ഈക്വൽ ടു മൈനസ് 1 ഹോൾ റൈസ് ടു എൻ ഡി റൈസ് ടു എൻ ബൈ ഡി എസ് റൈസ് ടു എൻ ഓഫ് എഫ് ഓഫ് എസ്. അപ്പോൾ എൽ ഓഫ് ടി എഫ് ടി വരുമ്പോൾ മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഡാഷ് എസ് ആണ് എൽ ഓഫ് ടി റൈസ് ടു ടി കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവിനെയാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ഡി ബൈ ഡി എസ് ഓഫ് മുമ്പ് കിടക്കുന്നതിൻ്റെ നെഗറ്റീവിന് മൈനസ് 1 ബൈ എസ് മൈനസ് എ, അവിടെ 1 ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ, മൈനസ് 1 ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. മൈനസ് 1 ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് റൈസ് ടു മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2 ഇൻറ്റു 1 ബൈ എക്സ് റൈസ് ടു മൈനസ് 2 മൈനസ് 1 ബൈ എക്സ് ക്യൂബ് ആവും. 1 ബൈ എസ് മൈനസ് എ ഹോൾ റൈസ് ടു 3. പിന്നെ എസ് മൈനസ് എ ആണ് ഫംഗ്ഷൻ ഇൻസൈഡ്, എസിനാണ് ഡിഫറൻസിയേഷൻ. അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതാനുണ്ട്. അതിവിടെ എസിൻ്റെത് 1, എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 1 ആയിട്ട് തന്നെ നിൽക്കും. ദറ്റ് ഈസ് 2 ബൈ എസ് മൈനസ് എ ഹോൾ റൈസ് ടു 3 എന്ന് ആൻസർ പറയാം. എൽ ഓഫ് ടി സ്ക്വയർ ഇ റൈസ് ടു 80 ആണ്. 2 ബൈ എസ് മൈനസ് എ ഹോൾ റൈസ് ടു 3 എന്ന് പറയാം. ഇത് വേറൊരു തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. എൽ ഓഫ് ടി സ്ക്വയർ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് differentiation rule. It is also called the t-shifting property by t-shifting property. ഇത് തന്നെ s shifting ഉപയോഗിച്ച് ചെയ്യാമല്ലോ. e raised to ഉള്ളിടത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനൊരു മാർഗമുണ്ടല്ലോ. അപ്പോൾ എൽ ഓഫ് ടി സ്ക്വയർ അറിയാമായിരുന്നെങ്കിൽ എൽ ഓഫ് ടി സ്ക്വയർ അറിയാം. എൽ ഓഫ് ടി സ്ക്വയർ എന്താ? 2 ബൈ എസ് ക്യൂബ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എൽ ഓഫ് ടി സ്ക്വയർ ഇ റൈസ് ടു 80 പറയണമെങ്കിൽ
എസ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. റീപ്ലേസിങ് എസ് ബൈ എസ് മൈനസ് എ, 2 ബൈ എസ് മൈനസ് എ ഹോൾ റേസ് ടു 3. അത് സെയിം അല്ലേ ആൻസർ? ഇത് എസ് ഷിഫ്റ്റിംഗ് ഉപയോഗിച്ച് പറഞ്ഞാൽ എസ് ഷിഫ്റ്റിംഗ് ആണ് കൂടുതൽ എളുപ്പം അല്ലേ. ഇ റേസ് ടു എറ്റി ഉള്ളിടത്ത് എല്ലായിടത്തും ഇ റേസ് ടു എറ്റി അല്ലല്ലോ. ഇതിന് മുമ്പിലത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ഉപയോഗിച്ചിരുന്നത് സൈൻ എറ്റി ഒക്കെയാണ്. അവിടെയൊന്നും ഈ പറഞ്ഞ കാര്യം സൈൻ എറ്റി ഇ റേസ് ടു ഒക്കെ ടേംസിലാക്കാം. അവിടെയൊക്കെ എളുപ്പം നമ്മളിപ്പോൾ ചെയ്ത ഡിഫറൻസിയേഷൻ മെത്തേഡാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് എളുപ്പമുള്ള മെത്തേഡ് ഉപയോഗിക്കാം. പിന്നെ ചിലപ്പോൾ ഡിഫറൻസിയേഷൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, അതൊന്നും ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എസ് ഷിഫ്റ്റിങ്ങും ഉപയോഗിക്കാവുന്നതാണ്. അതിന് തടസ്സമൊന്നുമില്ല. എൽ ഓഫ് ടി സ്ക്വയർ ഇ റേസ് ടു എറ്റി കണ്ടുപിടിച്ചതുപോലെ നമുക്ക് എൽ ഓഫ് ടി ക്യൂബ് ഇ റേസ് ടു എറ്റി പറയാമല്ലോ. എൽ ഓഫ് ടി ഇ റേസ് ടു എറ്റി, എൽ ഓഫ് ടി ഇ റേസ് ടു എറ്റി എന്ന് പറയുന്നത് 1 ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്നായിട്ട്. എൽ ഓഫ് ടി സ്ക്വയർ ഇ റേസ് ടു എറ്റി എന്തായിട്ട് 2 ബൈ എസ് മൈനസ് എ ഹോൾ ക്യൂബ് എന്നായിട്ട്. ഈ ഹോൾ ക്യൂബിൻ്റെ ഒരു 3 കൂടി ഇവിടെ വരുമല്ലോ. എൽ ഓഫ് ടി ക്യൂബ് ഇ റേസ് ടു എറ്റി. അപ്പോൾ എന്ത് കിട്ടും? ടി സ്ക്വയർ വന്നപ്പോൾ 2, ടി ക്യൂബ് വരുമ്പോൾ അപ്പോൾ 2 ഇൻറ്റു 3 ആണ്. 2 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ. എസ് മൈനസ് എയുടെ പവർ കൂടി കൂടി വരികയാണ്. അപ്പോൾ അവിടെ എസ് മൈനസ് എ ഹോൾ റേസ് ടു 2 ഇൻറ്റു 3 6 എന്ന് എഴുതുന്നില്ല. 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഹോൾ റേസ് ടു 4. ഇവിടെ ഹോൾ റേസ് ടു 4 ഉള്ളതുകൊണ്ട് അടുത്തതിൻ്റെ അകത്തൊരു 4 വരും. എല്ലാം കൂടെ ചേർന്നത് പോസിറ്റീവായിട്ട് നിൽക്കും. എൽ ഓഫ് ടി റേസ് ടു 4 ഇ റേസ് ടു എറ്റി എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഹോൾ റേസ് ടു പവർ എന്നാണ് കൂടുതലാണ് 5 എന്നാണ് എക്സെട്ര. എൽ ഓഫ് ടി റേസ് ടു എൻ ഇ റേസ് ടു എറ്റി നമുക്ക് പറയാം എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഹോൾ റേസ് ടു എൻ പ്ലസ് 1. ഇത് ടി ഷിഫ്റ്റിംഗ്. എസ് ഷിഫ്റ്റിംഗ് ഉപയോഗിച്ച് പറയാം. എൽ ഓഫ് ടി റേസ് ടു എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആണ്. കൂടെ ഇ റേസ് ടു എറ്റി വന്നുകൊണ്ട് എസിനെ എസ് മൈനസ് എ കൊണ്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ എൻ ഫാക്ടോറിയൽ ബൈ എസിന് വരെ എസ് മൈനസ് എ ഹോൾ റേസ് ടു എൻ പ്ലസ് 1. ഫോർ ടി ഷിഫ്റ്റിംഗ് ആൻഡ് എസ് ഷിഫ്റ്റിംഗ് can be used when e raised to at is present. We can use s shifting. അന്നേരം മാത്രമേ s shifting കിട്ടത്തുള്ളൂ. അപ്പോൾ s shifting ആണ് കൂടുതൽ ലാഭം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അതാണ് s shifting, t shifting. t shifting ഡിഫറൻസിയേഷൻ റോൾ തന്നെയാണ്. ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോംസ് ആണ് t shifting. ചിലയിടത്ത് s shifting എളുപ്പമായിട്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. L of t square e raised to at sin bt 3 ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എൽ ഓഫ് സൈൻ ബി ടി നമുക്കറിയാമല്ലോ. എൽ ഓഫ് സൈൻ ബി ടി എന്ന് പറയുന്നത് ബി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ബി ആ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ. ബി ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എൽ ഓഫ് ഇ റൈസ് ടു എ ടി സൈൻ ബി ടി എഴുതാമല്ലോ. എക്സ്പോണൻഷ്യൽ കൂടെ വരുമ്പം റീപ്ലേസിങ് എസ് ബൈ എസ് മൈനസ് എ. ദിസ് ഈസ് എഫ് ഓഫ് എസ്. ദെൻ വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് എസ് മൈനസ് എ ഇ റേസ് ടു എ ടി. എഫ് ഓഫ് എസ് മൈനസ് എ സൈൻ ബി ടിയുടെ ബി അത് വേറെ. എഫ് ഓഫ് എസ് മൈനസ് എ ഇത് എസ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. എസ് ഷിഫ്റ്റിംഗ് അപ്ലൈ ചെയ്യുവാണ്. രണ്ടും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്ന എസ് ഷിഫ്റ്റിംഗ് ടി ഷിഫ്റ്റിംഗ് ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്ന ഒരു കേസാണ്. എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ ബി ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ദെൻ എൽ ഓഫ് ടി സ്ക്വയർ എഫ് ഓഫ് ടി ഇ റേസ് ടു എ ടി സൈൻ ബി ടി എന്ന് പറയുന്നതിന് എഫ് ഓഫ് ടി എന്ന് കണ്ടാൽ മതി. ഇത്രയും മൊത്തം എഫ് ഓഫ് ടി ആണ്. ഇതിൻ്റെ ട്രാൻസ്ഫോം നമുക്കുണ്ട്. അതിൻ്റെ ട്രാൻസ്ഫോം ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോം ഇതാണ്. അതിന് ടി സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് സൈൻ പോസിറ്റീവ് തന്നെ. ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് ബി ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ബി പുറത്തെടുത്തു. -1 ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് മൈനസ് എ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എസ് മൈനസ് എ ബി സ്ക്വയറിൻ്റെ 0.
ഇത് നമ്മുടെ കയ്യിൽ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ആ കിടക്കുന്നതിന് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡി വൈ ഡി എസ് ഓഫ് -2b ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇതായിരിക്കും ആൻസർ.